Dear students, next topic എന്ന് പറയുന്നത് നമ്മൾ CSR കമ്മിറ്റിയാണ്. സെക്ഷൻ 135 ഓഫ് ഫണ്ട് സബ്സെക്ഷൻ 1 പ്രകാരം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് റൂൾസ് 2014 പ്രകാരമാണുള്ളത്. നെറ്റ് വർത്ത് ഓഫ് ₹500 crore മോറോ, ടേൺ ഓവർ 1000 crore, നെറ്റ് പ്രോഫിറ്റ് ₹5 crore ഉള്ള കമ്പനീസുകളാണ് ഈ കമ്മിറ്റി രൂപീകരിക്കേണ്ടത്. ഫിനാൻഷ്യൽ ഇയർ ഹാസ് ബീൻ clarified as to be imply any of the three preceding financial years. ഫിനാൻഷ്യൽ ഇയേഴ്സിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ 2% ഓഫ് നെറ്റ് വർത്ത് ഷുഡ് ബി, അതിൻ്റെ 2% എന്ത് ചെയ്യണം, CSR ആക്ടിവിറ്റീസിന് മാറ്റി വയ്ക്കണം. എന്താണ് CSR കമ്മിറ്റിയുടെ റോൾ എന്ന് പറഞ്ഞാൽ റെക്കമെൻഡിങ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ടു ബി ഇങ്ങനെ CSR ആക്ടിവിറ്റീസിന്. CSR എന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പറയണം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് സൊസൈറ്റിയോട് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിനെയാണ് പറയുന്നത്. അത് എന്താണ് അനുസരിക്കുക, മോണിറ്ററിങ് ദ കോർപ്പറേറ്റ് സോഷ്യൽ പോളിസി ഓഫ് ദി കമ്പനി ഫ്രം ടൈം ടു ടൈം എന്ത് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. എ ട്രാൻസ്പെറൻറ്റ് മോണിറ്ററിങ് മെക്കാനിസം ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി CSR പ്രോജക്ട്സ് ഓർ പ്രോഗ്രാം ഓർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ കമ്പനി. ഒരു ട്രാൻസ്പെറൻറ്റ് മോണിറ്ററിങ് മെക്കാനിസം ഫോർ ഇംപ്ലിമെൻറ്റേഷൻ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മോണിറ്ററി മെക്കാനിസമാണ് ഇവിടെ നടക്കുന്നത്. CSR പ്രൊജക്റ്റ് പ്രോഗ്രാം ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ കമ്പനി ഷാൾ ഇൻഡിക്കേറ്റ് ദ ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ ബൈ ദ കമ്പനി ആസ് എ സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 7 പ്രകാരമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ സെക്ഷൻ 178 സബ്സെക്ഷൻ 5 എനി കമ്പനി കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ 1000 ഷെയർ ഹോൾഡേഴ്സ്, ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ഉള്ളവർക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കമ്മിറ്റി CSR കമ്മിറ്റി രൂപീകരിക്കണം അവിടെ എന്നുള്ളതാണ് പറയുന്നത്. അതാണ് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി എന്നാണ് അതിനെ പറയുക കേട്ടോ. ഇനി അടുത്താണ് വിജിൽ മെക്കാനിസം. എവരി ലിസ്റ്റഡ് കമ്പനീസ് വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്. എല്ലാ ലിസ്റ്റഡ് കമ്പനികളും എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും പബ്ലിക്കിൽ നിന്ന്. കമ്പനീസ് വിച്ച് ഹാവ് ബോറോഡ് മണി ഫ്രം ബാങ്ക്സ്, അതായത് ബോറോ മണി ഉണ്ടാവും ബാങ്കിൽ നിന്നും പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എടുത്തത് 50 കോടിയിൽ കൂടുതലാവുകയാണെങ്കിൽ ഷാൾ എസ്റ്റാബ്ലിഷ് എ വിജിൽ മെക്കാനിസം ഫോർ ഡയറക്ടേഴ്സ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഒരു വിജിൽ മെക്കാനിസം കൊണ്ടുവരണം ഡയറക്ടേഴ്സ് ഫോർ എംപ്ലോയീസ് ടു റിപ്പോർട്ട് ജെനുവിൻ കൺസേണിങ് സച്ച് മാനർ ആസ് ബി പ്രിസ്ക്രൈബ്ഡ്. അഥവാ വിജിൽ മെക്കാനിസം എന്ന് പറയുന്നത് എല്ലാ ലിസ്റ്റഡ് കമ്പനീസുകളും അവരുടെ കമ്പനീസ് വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക്കിൽ നിന്നും, അല്ലെങ്കിൽ കമ്പനീസ് ബോറോഡ് മണി ഉണ്ടാവില്ല ബാങ്ക്, പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ, അതിൽ നിന്നൊക്കെയുള്ള ക്യാഷ് എന്ന് പറയുന്നത് ഇത്ര ഇങ്ങനെ കൂടുകയാണെങ്കിൽ, ഇതിനെക്കാട്ടും നമ്മൾ ഒരു പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഉണ്ടാവുമല്ലോ, അതിനെക്കാട്ടിലും കൂടുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ കാണിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ അവരാണ് വിജിൽ മെക്കാനിസം എന്നുള്ള ടൂൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. വിജിൽ മെക്കാനിസം എന്ന് അപ്പോൾ ദ കമ്പനി ഷാൾ ഓവർസീ വിജിൽ മെക്കാനിസം ത്രൂ ദ കമ്മിറ്റി ആൻഡ് ഇഫ് എനി അതർ മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി ഹാവ് എ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗിവൺ കേസ് ദേ ഷുഡ് റെസ്ക്യൂ ദംസെൽഫ് ടു ഡീൽ വിത്ത് ദ മാറ്റേഴ്സ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഈ വിജിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ കോളിംഗ് ദ അറ്റൻഷൻ ഓഫ് ദ ടോപ്പ് മാനേജ്മെൻറ്റ് ടു സം റോങ് ഡൂയിങ് ഒക്യൂറിങ് വിത്ത് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ വിജിൽ മെക്കാനിസം എന്ന് പറയുമ്പോൾ കമ്പനിയിൽ എന്തെങ്കിലുമൊക്കെ വിജിലൻസ് ആയിരിക്കുക, നമ്മൾ വിജിലൻ്റ് പറയില്ല, വിജിലൻ്റ് ആയിരിക്കുക, അതാണ് പറയുന്നത്. അപ്പോൾ വിസിൽ ബ്ലോയിങ് എന്ന് പറയുമ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുക, എന്തൊക്കെയോ റോങ് നടക്കുന്നുണ്ട് നമ്മുടെ കമ്പനിയിൽ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യുക, വിജിലൻ്റ് ആയിരിക്കുക. ദ കമ്പനീസ് ആക്ട് 2013 മാൻഡേറ്റ് സെർട്ടൻ കമ്പനീസ് ടു എസ്റ്റാബ്ലിഷ് വിജിലൻസ് മെക്കാനിസം റിപ്പോർട്ട് അൺഎത്തിക്കൽ ഇവൻറ്റ്സ് ഒക്യൂറിങ് ഓഫ് ഓർഗനൈസേഷൻ. എന്തെങ്കിലും അൺഎത്തിക്കൽ ഇതായിട്ട് ഓർഗനൈസേഷനിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും. എവരി ലിസ്റ്റഡ് കമ്പനീസ് വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് പബ്ലിക് കമ്പനിയിൽ നിന്നും ബോറോഡ് മണിയൊക്കെ ആയിട്ട് നമ്മൾ വാങ്ങില്ലേ, അപ്പോൾ അത് 50 കോടിയിലാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, വിജിൽ മെക്കാനിസം വരേണ്ടത്.
അപ്പോൾ ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് ടു റിപ്പോർട്ട് ദയർ ഡിസ്ക്ലോസ് കമ്പനീസ് ഓൺ വെബ്സൈറ്റ് ദയർ ജെനുവിൻ കൺസേൺ ആൻഡ് ഗ്രീവൻസസ്. അപ്പോൾ മെക്കാനിസം ഷാൾ ബി ഡിസ്ക്ലോസ് കമ്പനി ഓൺ വെബ്സൈറ്റിൽ കാണിക്കണം ഇഫ് എനി ആൻഡ് ഇൻ ദ ബോർഡ് റിപ്പോർട്ട്. വിജിൽ മെക്കാനിസം ഷാൾ പ്രൊവൈഡ് അഡ്യൂക്കേറ്റ് സേഫ് ഗാർഡ് എഗെയിൻസ്റ്റ് വിക്ടിമൈസേഷൻ. അഥവാ വിജിൽ മെക്കാനിസം എന്ന് പറയുന്നത് ഈ വിക്ടിമൈസേഷൻ, ഇരയായ ആളുണ്ടാകുമല്ലോ, അയാളെ സംരക്ഷിക്കുക. ഓഫ് എംപ്ലോയീസ് ആൻഡ് ഡയറക്ടേഴ്സ് ടു avail of vigil mechanism also for direct access to the chairperson of audit committee or director nominated by audit committee. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടെ വിജിൽ മെക്കാനിസം എന്ന് പറയുന്ന എംപ്ലോയീസ് റിപ്പോർട്ട് ദയർ കൺസേൺ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വിജിൽ മെക്കാനിസം എന്ന് പറയുമ്പോൾ എവരി ലിസ്റ്റഡ് കമ്പനി ആൻഡ് കമ്പനീസ് എന്ത് ചെയ്യണം, റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യുക, ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുക കമ്പനീസിൽ നിന്നും. മണി ഫ്രം ബാങ്ക്സ്, പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ എന്ത് ചെയ്യണം, വിജിലൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എംപ്ലോയീസ് ഇതിനെക്കുറിച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കും. അതാണ് ഇപ്പോൾ വിജിൽ മെക്കാനിസം എന്താണെന്നാണ്. ഇൻ ടച്ച് ഓഫ് പ്രോസസ് റിപ്പോർട്ട് ഉണ്ടാക്കും. എംപ്ലോയീസ് റിപ്പോർട്ട് ആക്സസ് ചെയ്യും. എംപ്ലോയി റെസ്പോണ്ട് ടു റിപ്പോർട്ടിന് എംപ്ലോയീസ് ഇതെടുക്കും, ആക്ഷൻ എടുക്കും. എംപ്ലോയി ആക്സസ്, എംപ്ലോയി റെസ്പോൺസ്. അപ്പോൾ എംപ്ലോയി ഇതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യണം, വിജിൽ മെക്കാനിസത്തെക്കുറിച്ചിട്ട് എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതെടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഡീലിങ്സും കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വിജിൽ മെക്കാനിസം എന്ന് സിമ്പിളായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അപ്പം സിമ്പിളായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. വിസിൽ എന്ന് പറയുന്നത്, വിസിൽ പോകും പറഞ്ഞാൽ കോളിംഗ് ദ അറ്റൻഷൻ, ടോപ്പ് മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യുക, അറ്റൻഷൻ നമ്മൾ എടുക്കുക. ടു സം റോങ് ഡൂയിങ് ഒക്യൂർ, എന്തെങ്കിലും നമ്മുടെ ബിസിനസ് റോങ് നടക്കുന്നുണ്ട് ഓർഗനൈസേഷൻ. കമ്പനീസ് ആക്ട് 2030 ആസ് മാൻഡേറ്ററി സർട്ടൻ കമ്പനീസ് ടു എസ്റ്റാബ്ലിഷ് വിജിൽ മെക്കാനിസം ടു റിപ്പോർട്ട് ആൻഡ് അൺഎത്തിക്കൽ ഇവൻറ്റ്സുകൾ ഓർഗനൈസേഷനിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച്. ഇത് ഡീറ്റെയിൽസ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, എവരി ലിസ്റ്റഡ് കമ്പനിയും ഇത് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വിജിൽ മെക്കാനിസം ഷാൾ പ്രൊവൈഡ് ഫോർ അഡ്യൂക്കേറ്റ് സേഫ് ഗാർഡ്സ് എഗെയിൻസ്റ്റ് വിക്ടിമൈസേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ഡയറക്ടേഴ്സ് ഹു അവൈൽ ദ വിജിൽ മെക്കാനിസം ആൻഡ് ആൾസോ പ്രൊവൈഡ് ഡയറക്റ്റ് ആക്സസ് ടു ചെയർപേഴ്സൺ ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി, ഡയറക്ടർ നോമിനേറ്റ് ടു പ്ലേ റോൾ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ആസ് ദ കേസ് ഓഫ് മേ ബി ഇൻ ദി എക്സംഷൻ കേസ്. അപ്പോൾ വിജിൽ മെക്കാനിസം എന്ന് പറയുമ്പോൾ അറ്റൻഷൻ ടോപ്പ് മാനേജ്മെൻറ്റ് അതിനുള്ള അറ്റൻഷൻസ് എടുക്കണം. 50 crore ഓഫ് നമ്മുടെ ക്യാഷ് കൂടുമ്പോൾ, നമ്മുടെ എക്സസ് ആകുമ്പോഴാണ് അതിനെക്കുറിച്ചിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ.